PV അൻവർ വലിയൊരു പുലിയാണ് എന്നാണ് അയാൾ തന്നെ പറയുകയും അയാളെ കൂടെയുള്ളവരും പറയുകയും ചെയ്തത്. CPM-നോടൊപ്പം നിൽക്കുമ്പോഴും പിണറായി വിജയൻ്റെ പരിപൂർണ പിന്തുണയുള്ളപ്പോഴും അയാൾ വലിയൊരു പുപ്പുലി തന്നെയായിരുന്നു എന്ന് തന്നെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളതും. കാരണം കേരളത്തിലെ മാധ്യമങ്ങളെ മുഴുവനും ഏകദേശം 160-ലധികം മാധ്യമങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചെസ് നമ്പർ ഉണ്ടാക്കിയിട്ട് ആ മാധ്യമ പ്രവർത്തകരെ മുഴുവനും കോടതി കയറാനും അവർക്കെതിരെ കേസെടുക്കാനും വേണ്ടി വന്നാൽ അവരെ കായികമായി നേരിടാനും തയ്യാറായി രംഗത്ത് വന്ന പിണറായി വിജയന് വേണ്ടിയിട്ട് ചാവേറാവാനും കൊട്ടേഷൻ സ്വീകരിക്കാനും തയ്യാറായി വന്ന ആളാണ് PV അൻവർ എന്ന് പറയുന്നത്. ഇന്ന് PV അൻവർ എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു? ഇപ്പോൾ അദ്ദേഹം പിണറായി വിജയനുമായിട്ടൊന്ന് ഉരസി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ അൻവർ പുലിയാണ് എന്നത് ഞാനും അങ്ങ് അല്ല എന്ന് പറയാൻ ഞാനും തയ്യാറല്ല. കാരണം മുഖ്യമന്ത്രിയുടെ മുന്നിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി താങ്കൾ ഇപ്പോൾ ഇരട്ടച്ചങ്ങനല്ല സാർ, താങ്കൾക്ക് ജനങ്ങളുടെ മുന്നിൽ യാതൊരു വിലയുമില്ല സാർ, താങ്കൾ വളരെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോവുകയാണ്, ഈ ദന്തഗോപുരത്തിൽ നിന്നുകൊണ്ട് താങ്കളൊന്നും മനസ്സിലാക്കുന്നില്ല, താങ്കൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, താങ്കളുടെ പിന്നിലുള്ള താങ്കളുടെ ചുറ്റുമുള്ള ഉപജാപക സംഘമാണ് താങ്കളെ നയിക്കുന്നത്, അതുകൊണ്ട് താങ്കൾ ജനങ്ങളുടെ മുന്നിൽ ഒരു വിലയുമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തുറന്നു പറഞ്ഞ ഒരു നേതാവാണ് PV അൻവർ. അവിടെയാണ് നമ്മൾ PV അൻവറിൻ്റെ പുലിത്വം എന്നത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ മുമ്പ് ഞങ്ങൾ മാധ്യമങ്ങൾക്കെതിരായിട്ടൊക്കെ ഒരുപാട് അട്ടഹസിച്ച ആളാണെങ്കിൽ പോലും ഈ മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടിറങ്ങി വന്ന ആളാണ് PV അൻവർ. പക്ഷേ ഈ PV അൻവർ ഇപ്പോൾ കേരളത്തിൽ CPM-നെ ഇങ്ങനെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിട്ട് എവിടം വരെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വിലയിരുത്താൻ സമയമായിട്ടില്ല. ഇനിയും സമയം ഉണ്ട്. അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിരത്ത് മത്സരിപ്പിച്ച് എങ്കിൽ പോലും അത്ര വലിയ ഒരു നേട്ടമുണ്ടാക്കാനോ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാനോ അൻവറിൻ്റെ DMK എന്ന പാർട്ടിക്ക് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന പാർട്ടി അല്ല, അത് ഒരു സന്നദ്ധ സംഘടനയാണ് എന്നാണ് PV അൻവർ പറയുന്നത്. അതൊരു രാഷ്ട്രീയ പാർട്ടി അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള DMK, തമിഴ്നാട്ടിലെ DMK-യുമായി ബന്ധപ്പെട്ട് ആ DMK-യെ ചേർന്നുകൊണ്ട് DMK-യുടെ ഒരു ഘടകകക്ഷിയായിട്ട് മാറുകയോ DMK-യിൽ ലയിച്ചു ചേരുകയോ ചെയ്തുകൊണ്ട് കേരളത്തിൽ ഒരു വലിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കാമെന്നുള്ളൊരു സ്വപ്നമായിരുന്നു PV അൻവർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ ഒരു ശ്രമം നടത്തിയത് DMK. പക്ഷേ DMK-ക്ക് മുമ്പ് തന്നെ സ്റ്റാലിനെ പിണറായി വിജയൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഇയാൾ അവിടെ അടുപ്പിക്കരുത്, അടുപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാകും, നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം പോകും, അതുകൊണ്ട് ഈ PV അൻവർ എന്ന് പറയുന്ന ഇയാളെ ഈ വൃത്തികെട്ടവനെ നിങ്ങൾ അവിടെ അടുപ്പിക്കരുതെന്ന് പിണറായി വിജയൻ നേരിട്ട് സ്റ്റാലിനോട് വിളിച്ചു പറയും. സ്റ്റാലിൻ സുഹൃത്തെ, എനിക്ക് നിങ്ങളോട് താല്പര്യമുണ്ടെങ്കിലും പക്ഷേ തൽക്കാലം നമുക്ക് വേണ്ട, താങ്കൾക്ക് ഇപ്പോൾ പോകാം എന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. അങ്ങനെയാണ് PV അൻവർ ഇവിടെ വന്നിട്ട് എന്തായാലും ഞാൻ DMK-കാരനാണെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ എൻ്റെ പാർട്ടിയുടെ പേര് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് അല്ലെങ്കിൽ സംഘടനയുടെ പേര് DMK തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം മത്സരിച്ചു. എന്തായാലും ചേലക്കരയിൽ അദ്ദേഹത്തിന് വലിയ ഐഡന്റിറ്റി ഒന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുന്നു, അതുപോലെ അടുത്ത് വരുന്ന നിയമസഭാ ഇലക്ഷൻ വരുന്നു. അവിടെ PV അൻവർ തൻ്റെ പുലിത്വം തെളിയിക്കുമെങ്കിൽ തീർച്ചയായിട്ടും PV അൻവർക്ക് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പറയാൻ കാരണം PV അൻവർ ഇപ്പോൾ കൽക്കത്തയിൽ പോയി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. നമ്മളെല്ലാം വാർത്തകളിൽ വായിച്ചതുമാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള കോർഡിനേറ്റർ, കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ സംഘടിപ്പിക്കാനുള്ള ചുമതല പാർട്ടി അവിടെ നിന്ന് കൊടുത്തിരിക്കുന്നു. അവിടെ കൽക്കട്ടയിൽ പോയി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ പോയി കണ്ടിട്ട് അവിടെ നിന്ന് ഷാളൊക്കെ അണിഞ്ഞുകൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നാവായും ശക്തിയായും വ്യക്തിയായും ഇദ്ദേഹം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷേ എപ്പോഴും അദ്ദേഹം കോൺഗ്രസുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃണമൂലുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ പോലും ആ തൃണമൂലിനെ കേരളത്തിലെ UDF-ൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ശക്തിയായി മാറാനാണ് ഇപ്പോൾ PV അൻവറിൻ്റെ ശ്രമം. എന്തായാലും അദ്ദേഹം അങ്ങനെ പരാജയപ്പെട്ട് പിന്നോട്ട് പോകുന്ന ആളല്ല എന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പലരും പറയുന്നുണ്ട് PC ജോർജിൻ്റെ ഒരു അവസ്ഥ PV അൻവറിന് വരുമോ എന്നതാണ് പലരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങൾ പറയാൻ നമുക്ക് സമയമായിട്ടില്ല. PV അൻവർ PC ജോർജിനെ പോലെ ഒന്നുമല്ലാതായി മാറുമോ? പക്ഷേ PC ജോർജ് ഒന്നുമല്ലാതായി എന്ന് അത്ര വ്യക്തമായിട്ട് എനിക്ക്
എനിക്ക് പറയാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും പഴയ ഒരു പ്രതാപം PC ജോർജിന് ഇല്ല എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ അതുപോലെ PV അൻവർ ആകുമോ എന്നത് നമുക്ക് വിലയിരുത്തേണ്ട സമയം ആയിട്ട് വരുന്നേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഈ PV അൻവർ ഇപ്പോഴും MLA ആണ്. CPM-ന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം MLA ആയിരിക്കുന്നത്. നിയമസഭയിൽ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ പോലും CPM-ന്റെ പട്ടികയിൽ ജയിച്ചു വന്ന ഒരാളാണ് PV അൻവർ. PV അൻവറിന് കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ DMK-യിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന് കൂറുമാറ്റ നിയമം ബാധകമാക്കാൻ CPM ശ്രമിച്ചിട്ടില്ല. കാരണം അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു സംഘടനയാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ ഒരു മെമ്പർഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും അവരൊരു കൂട്ടമായിട്ട് മാത്രം നിന്നതുകൊണ്ടും അതിനെതിരെ നടപടിയെടുക്കാൻ നിയമപരമായിട്ട് കഴിയാത്തത് കൊണ്ടാണ് PV അൻവറിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം CPM നടത്താത്തത്. പക്ഷേ CPM കാത്തിരുന്നത് പോലെ സംഭവിച്ചു. തൃണമൂൽ കോൺഗ്രസിൻ്റെ കോർഡിനേറ്ററായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ ജനറൽ സെക്രട്ടറി തന്നെ കൽക്കട്ടയിൽ വെച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നും മെമ്പർഷിപ്പ് എടുക്കാൻ ചില സാങ്കേതിക പ്രശ്നം കൊണ്ട് ഈ കൂറുമാറ്റ നിരോധന നിയമം കിടക്കുന്നത് കൊണ്ട് MLA സ്ഥാനം നഷ്ടമാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, പക്ഷേ അതിൻ്റെ പ്രവർത്തനമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് PV അൻവർ പറയുകയും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി PV അൻവറിനെ അവിടുത്തെ കോർഡിനേറ്ററായിട്ട് നിയമിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത സ്ഥിതിക്ക് CPM-ന് ഇനി PV അൻവറിന് എതിരായിട്ട് നടപടിയെടുക്കാം. സ്പീക്കറെ കൊണ്ട് നോട്ടീസ് അയപ്പിക്കാം. സ്പീക്കറെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ച് താങ്കൾ ഇപ്പോൾ എവിടെയാണ്, തൃണമൂൽ കോൺഗ്രസിലാണോ അതോ CPM-ലാണോ എന്ന് ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ അല്ല, ഞാൻ തൃണമൂൽ കോൺഗ്രസിലുമല്ല ഒന്നിലുമല്ല വെറും സ്വതന്ത്രനായിട്ട് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഈ പത്രവാർത്തകളും മറ്റുമൊക്കെ സ്പീക്കർക്ക് പ്രധാന ആയുധമായിട്ട് ഉപയോഗിക്കാം. കാരണം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയല്ല, അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. പശ്ചിമ ബംഗാൾ ഭരിക്കുന്നു. ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും അവർ സ്വന്തം ചിഹ്നത്തിൽ തിരഞ്ഞെടുപ്പിന് മത്സരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും CPM-ന് ഇനി PV അൻവറിനെതിരായിട്ട് നടപടിയെടുക്കാനുള്ള ഒരു ചാൻസ് വന്നിരിക്കുന്നു. സ്പീക്കർ നോട്ടീസ് അയക്കാൻ സാധ്യതയുണ്ട്. സ്പീക്കർ നോട്ടീസ് അയച്ചിട്ട് PV അൻവറിനെ അസാധുവാക്കാൻ, MLA സ്ഥാനം ഇല്ലാതാക്കാൻ ഒരു ശ്രമം അടുത്ത ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ആ നടപടിയിലേക്ക് CPM പോകാനും നിയമസഭ പോകാനും സ്പീക്കർ പോകാനും സാധ്യതയുണ്ട്. എന്തായാലും ഒന്നുകൂടി നമുക്ക് പറയാം, PV അൻവറിനെ വിലയിരുത്താൻ സമയമായിട്ടില്ല. PC ജോർജ് ആണോ ആയി മാറുമോ PV അൻവർ എന്ന് പറയാൻ ഇനിയും സമയമുണ്ട്. നമുക്ക് കാത്തിരിക്കാം. PV അൻവർ തൻ്റെ പുലിത്വം തെളിയിക്കുമോ? ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.